ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കിടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. ജയപാലന്റെ ഫോണിലേക്ക് വിളിച്ച് വിശാൽ ചോദിക്കുന്നു, അച്ഛനിപ്പോ എവിടെയാ? ജയപാലൻ പറയുന്നു, എടാ ഞാനിപ്പം നിശ്ചയത്തിന് വന്നുകൊണ്ടിരിക്കുവാടാ. എടാ എന്തു പറ്റി? നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നല്ലോ, എന്തേലും പ്രശ്നമുണ്ടോടാ അവിടെ? വിശാൽ പറയുന്നു, അരവിന്ദൻ അങ്കിൾ. എന്താ അരവിന്ദൻ എന്ന് ജയപാലൻ ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ്, അരവിന്ദൻ അങ്കിൾ മരിച്ചച്ച. ഇത് കേട്ട് ഞെട്ടി ഉറക്കെ അരവിന്ദാന്ന് വിളിക്കുകയാണ് ജയപാലൻ. ഡ്രൈവർ കാറ് സൈഡിലേക്ക് ഒതുക്കി നിർത്തുന്നു. വിശ്വസിക്കാനാകാതെ കണ്ണു നിറഞ്ഞ ജയപാലൻ ചോദിക്കുന്നു, എന്താ നീ പറഞ്ഞത്? വിശാൽ പറയുന്നു, അരവിന്ദൻ അങ്കിൾ മരിച്ചച്ച. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ഇന്നലെ രാത്രി. ബോഡി വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ജയപാലൻ പറയുന്നു, അരവിന്ദ അയ്യോ എടാ വണ്ടി എടുക്ക്. തുടർന്ന് ഗംഗയുടെ വിവാഹ നിശ്ചയത്തിന്റെ ഫ്ലെക്സ് എടുത്തു മാറ്റി അവിടെ അരവിന്ദൻ 59 ആദരാഞ്ജലി എന്നുള്ള പോസ്റ്റർ ഒട്ടിക്കുകയാണ്. പൊട്ടിക്കരങ്ങ മുത്തശ്ശി പറയുന്നു, ഈ പ്രായത്തിൽ എനിക്കിത് കാണാൻ വയ്യ അരവിന്ദ. എന്നെ എന്തിനാണോ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? കാലിന് പോലും വേണ്ടാതായല്ലോ. കരഞ്ഞോണ്ട് ഗംഗ പറയുകയാണ്, ഇന്നലെ രാത്രി കൂടി ഒരു കുഴപ്പമില്ലാതെ സംസാരിച്ചതാണല്ലോ അച്ഛ. പിന്നെ അച്ഛൻ എന്താ പറ്റിയത്? കാവേരി നമ്മുടെ അച്ഛൻ. മുത്തശ്ശി പറയുന്നു, ആരുണ്ടടാ ഇനി ഈ വീടിന്? എന്റെ പൊന്നു മോനെ. ഗംഗ പറയുന്നു, കാവേരി ഇന്നലെ രാത്രി നെഞ്ചുവേദന വന്ന അച്ഛൻ നമ്മളെ എല്ലാവരെയും വിളിച്ചു കാണും. ഞങ്ങൾ ആരും കേട്ടില്ലല്ലോ അച്ഛ. ഏത് കേട്ട് നീള കരയുമ്പോൾ ഗംഗ ചോദിക്കാണ്, നീ എന്നും അച്ഛന്റെ കൂടെ കിടക്കണമെന്ന് പറയുന്നവളല്ലേ, എന്നിട്ട് എന്തേ നീ പോയില്ല? പൊട്ടിക്കരഞ്ഞ ശാരദ ചോദിക്കുന്നു, അരവിന്ദേട്ടാ ഞങ്ങളോടൊന്നും ഒന്നും പറയാതെ പോയത് എന്താ അരവിന്ദേട്ടാ? ഞങ്ങളെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു അരവിന്ദേട്ടന്? ദൈവമേ, ഞാൻ വിളിച്ചില്ലല്ലോ എന്റെ അരവിന്ദേട്ടനെ. എനിക്ക് വിളിക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ പൊട്ടിക്കരയുകയാണ് ശാരദ. തുടർന്ന് ടെൻഷനോടുകൂടി അവിടേക്ക് വരികയാണ് ജയപാലൻ. ഡ്രൈവറുടെ കയ്യിൽ ഒരു ബൊക്കയുമുണ്ട്. വിശാൽ അരികിലേക്ക് ചെന്ന് വാന്ന് പറഞ്ഞ് ജയപാലനെയും കൂട്ടി അകത്തേക്ക് കയറി വരികയാണ്. അകത്തേക്ക് കയറി വന്ന ജയപാലൻ അവിടേക്കിരുന്ന് അയ്യോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. ഇത് കണ്ട് പ്രവീണെ ഉറക്കെ ഏട്ടാന്ന് വിളിക്കുമ്പോൾ എല്ലാവരും കരഞ്ഞുകൊണ്ട് ജയപാലനെ നോക്കുകയാണ്. ശാരദ പറയുന്നു, ജയപാലേട്ടാ ഇത് കണ്ടോ? അരവിന്ദേട്ടൻ കിടക്കുന്നത് കണ്ടോ? അരവിന്ദേട്ടൻ പോയി ജയപാലേട്ടാ. എപ്പോഴും പോയാൽ തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കും. ഇനി ഞങ്ങൾ ആരെ കാത്തിരിക്കാനാ? ഇനി ഞങ്ങള് കാത്തിരുന്നിട്ട് കാര്യമുണ്ടോ ജയപാലേട്ടാ? മുത്തശ്ശി പറയുന്നു, വിളിക്കടാ. നിന്റെ അരവിന്ദൻ കിടക്കുന്നത് കണ്ടില്ലേ? നീ ഒന്ന് വിളിക്കടാ, അവൻ എഴുന്നേൽക്കട്ടെ. അരവിന്ദ, ജയപാലൻ വന്നത് നീ കണ്ടില്ലേടാ? എണ്ണിക്കടാ. അരികിലേക്ക് ചെന്ന് അയ്യോ അരവിന്ദ എന്ന് വിളിച്ച് അരവിന്ദനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ജയപാലൻ. ജയപാലൻ ചോദിക്കുന്നു, അരവിന്ദ എന്തുവാടോ ഇത്? എന്റെ അരികത്തോട് വാടാ. ജയപാലന്റെ ഡ്രൈവർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നോക്കുകയാണ്. ജയപാലനും അരവിന്ദനും കൂടി തോട്ടത്തിൽ വെച്ച് സംസാരിച്ചതെല്ലാം കേട്ട ഡ്രൈവറാണത്. ശാരദ പറയുന്നു, ഇന്നലെ രാത്രി കൂടി ഒരു കുഴപ്പവും ഇല്ലാതിരുന്നതാ ജയപാലേട്ടാ. ജയപാലൻ പറയുന്നു, എടാ അരവിന്ദ എഴുന്നേക്കടാ. എന്നെ തനിച്ചാക്കി നീ പോയോടാ. എഴുന്നേറ്റ് വന്നേടാ. എല്ലാത്തിനും ഒരുമിച്ചല്ലായിരുന്നോടാ നമ്മള്. എന്നിട്ട് എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോടാ നീ. ശാരദ പറയുന്നു, ഇന്നലെ രാത്രി എന്നോട് സംസാരിച്ചതാ. മക്കൾക്ക് ചോറൊക്കെ വാരി കൊടുത്തു. ജയപാലൻ പറയുന്നു, ശാരദ എന്റെ പാതി പോയി. അയ്യോ എന്റെ പാതി പോയി. എന്റെ ഒരു വശം തളർന്നു. ഇവനായിരുന്നു എന്റെ പാതി ബലം. അരവിന്ദ എന്നെ ചതിച്ചിട്ട് പോയി കളഞ്ഞില്ലേടാ നീ. അരവിന്ദ എഴുന്നേക്ക്, നമുക്ക് പോകണ്ടേ? വിശാൽ പറയുന്നു, എഴുന്നേക്കച്ച. വിശാലും നിവിനും ഡ്രൈവറും വിനീതും കൂടി ജയപാലനെ പിടിച്ചു മാറ്റുകയാണ്. ശാരദ പറയുന്നു, ജയപാലേട്ടൻ വന്നിരിക്കുന്നത് കണ്ടില്ലേ? നോക്ക് അരവിന്ദേട്ടാ. അരവിന്ദേട്ടാ ഒന്ന് കണ്ണു തുറക്കും അരവിന്ദേട്ടാ. പെട്ടെന്ന് കണ്ണീര് തുടച്ച് ഗംഗ അകത്തേക്ക് പോവുകയാണ്. വിനീതും കാവേരിയും ഗംഗയെ ശ്രദ്ധിക്കുന്നുണ്ട്. കാവേരി ഒന്ന് ആലോചിച്ച് ഗംഗയുടെ പിന്നാലെ പോകുമ്പോൾ നിള കാവേരിയെ ശ്രദ്ധിക്കുകയാണ്. കണ്ണീര് തുടച്ച് നിവിന്റെ അരികിലേക്ക് വന്ന വിനീത് പറയുന്നു, ഞാൻ വീട് വരെ ഒന്ന് പോകുക, അമ്മയോട് വിവരം പറയണം. നിവിൻ പറയുന്നു, നീ പോയിട്ട് വാ, ഇവിടെ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ഇത് കേട്ട് വിനീത് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് റൂമിലേക്ക് വന്ന ഗംഗ കണ്ണാടിയിലേക്ക് നോക്കി പൊട്ടിക്കരയുകയാണ്. ശേഷം ആഭരണങ്ങളെല്ലാം എടുത്തു നോക്കുന്ന ഗംഗയെ ഓർക്കുകയാണ് അരവിന്ദന്റെ വാക്കുകൾ. എന്റെ മോൾ എന്തിനാ ആരെങ്കിലും ഇട്ടതിടുന്നത്? പുതിയത് തന്നെ ഇടണം. തുടർന്ന് ഗംഗ തന്റെ ആഭരണങ്ങളൊക്കെ ഊരി വലിച്ചെറിഞ്ഞ് ടേബിളിലിരിക്കുന്ന ആഭരണങ്ങളെല്ലാം തട്ടിത്തെറിപ്പിക്കുകയാണ്. അച്ഛാന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞ് അവിടേക്ക് ഇരിക്കുന്ന ഗംഗയെ ഓർക്കുകയാണ് അരവിന്ദന്റെ വാക്കുകൾ. ഇവളോട് എനിക്ക് സ്നേഹ കൂടുതലുണ്ടെന്നുള്ളത് സത്യം തന്നെയാ. ഇവളാണ് എന്റെ ആദ്യത്തെ മോള്. ഇവളെ പറ്റി എന്റെ കയ്യിലേക്ക് തന്നപ്പോൾ എന്റെ അമ്മയുടെ മുഖം എനിക്ക് ആദ്യം ഓർമ്മ വന്നത്. ശേഷം അരവിന്ദൻ തനിക്ക് ഭക്ഷണം വാരി തരുന്നത് ഓർക്കുകയാണ് ഗംഗ. തുടർന്ന് ഗംഗ പൊട്ടിക്കരയുമ്പോൾ ജനലിന്റെ അരികിലേക്ക് വന്ന വിനീത് വിഷമത്തോടുകൂടി ഗംഗയെ നോക്കുകയാണ്. ഈ സമയം അവിടേക്ക് വന്ന കാവേരി ചോദിക്കുന്നു, ഗംഗേച്ചി എന്തേ കാണിച്ചത്? കരഞ്ഞ കാവേരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഗംഗ പറയുന്നു, എനിക്കൊന്നും വേണ്ട കാവേരി, എനിക്ക് അച്ഛനെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. ഇത് കേട്ട് കാവേരി കരയുമ്പോൾ കാവേരിയുടെ മടിയിലേക്ക് കിടന്ന ഗംഗ പറയുന്നു, എനിക്ക് നിശ്ചയം വേണ്ട, കല്യാണവും വേണ്ട, എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് എന്റെ അച്ഛനെ തിരിച്ചുതാ. എനിക്ക് എന്റെ അച്ഛനെ തിരിച്ചു തരാൻ ദൈവങ്ങളോട് പറ. എനിക്ക് വേറൊന്നും വേണ്ട. ഇത് കേട്ട് പൊട്ടിക്കരഞ്ഞ് കാവേരി ഗംഗയെ ചേർത്ത് പിടിക്കുമ്പോൾ കണ്ണീര് തുടച്ച് അവിടെ നിന്ന് പോവുകയാണ് വിനീത്. ഗംഗ പറയുന്നു, ഞാൻ കാരണമല്ല എന്റെ അച്ഛൻ മരിച്ചത്, എല്ലാം ഞാൻ കാരണമാ. ഞാനല്ലേ എന്റെ അച്ഛനെ കൊന്നത്. ചേച്ചി എന്തായി പറയുന്നതെന്ന് കാവേരി ചോദിക്കുമ്പോൾ ഗംഗ പറയുകയാണ്, എന്റെ കല്യാണത്തിന് പണവും ഈ ആഭരണങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ. അച്ഛൻ അതിന്റെ ടെൻഷനിൽ നെഞ്ചുപൊട്ടി. കാവേരി പറയുകയാണ്, ഭ്രാന്ത് പറയല്ലേ ചേച്ചി, അച്ഛൻ എത്ര ആഗ്രഹിച്ചതാ ചേച്ചിയുടെ കല്യാണം. ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആഭരണങ്ങളൊക്കെ അണിയിച്ച ചേച്ചിയെ കാണുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അച്ഛനായി.
ആയിരിക്കും. വിധിയ ചേച്ചി, അച്ഛൻ നമുക്ക് ഇത്രേ വിധിച്ചിട്ടുള്ളൂ. അങ്ങനെ അവർ പൊട്ടിക്കരയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗീത സുജാതയോട് പറയുന്നു, ഫോൺ വിളിച്ചിട്ട് എങ്ങനെ എടുക്കാനാ? നിശ്ചയപന്തൽ ഒരുക്കാനും അവിടുത്തെ എച്ചിലൊക്കെ എടുക്കാനും വിനീത് തന്നെ വേണ്ടേ? എന്റെ കുഞ്ഞിനൊരു പനി വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ദാസേട്ടൻ തന്നെ അത്രയും ദൂരം വണ്ടി ഓടിച്ചു വരണം. സ്വന്തം വീട്ടിലാകുമ്പോൾ ഒരു അപകടം ഉണ്ടാകില്ലെന്നും ഉണ്ടായാൽ നോക്കാൻ ആളുണ്ടെന്നും കരുതിയിട്ടാ ദാസേട്ടന്റെ വീട്ടുകാരെന്നെ ഇങ്ങോട്ട് വിടുന്നത്. എന്നിട്ട് എന്തേലും ഉപകാരം എനിക്കും എന്റെ കുഞ്ഞിനും അവനെ കൊണ്ടുണ്ടോ? നടക്കുന്നു നാണോ മാനോ കേട്ട്. ഇനി കല്യാണ ചെറുക്കം വേണ്ടാന്ന് പറഞ്ഞാലും അവരുടെ കാല് കഴുകി അവൻ വെള്ളം കുടിക്കും. ഈ സമയം ബൈക്കിൽ അവിടേക്ക് വരികയാണ് വിനീത്. ഗീത പറയുന്നു, വരുന്നുണ്ട്. സുജാതയും ഗീതയും ദേഷ്യത്തോടുകൂടി വിനീതിനെ നോക്കുകയാണ്. ഗീതേച്ചി അമ്മയെന്ന് വിനീത് വിഷമത്തോടുകൂടി വിളിക്കുമ്പോൾ ഗീത ചോദിക്കുന്നു, എന്താടാ? ചെറുക്കം കൂട്ടർ വരുമ്പോൾ നിന്നെ അവിടെ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് പട്ടിയെ പോലെ ആട്ടി ഇറക്കിയോ? വന്നിരിക്കുന്നു അവൻ മോങ്ങിക്കൊണ്ട്. അരികിലേക്കൊന്ന വിനീത് പറയുന്നു, അമ്മേ അമ്മാവൻ. സുജാത പറയുകയാണ്, പറഞ്ഞിട്ടില്ലടാ നിനക്ക് അങ്ങനെ ഒരു അമ്മാവൻ ഇല്ലാന്ന്. നീ പറഞ്ഞാൽ അനുസരിക്കില്ല അല്ലേ? അങ്ങനെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് വിനീതിനെ തല്ലുകയാണ് സുജാത. അമ്മ എന്ത് കാണിക്കുന്നെന്ന് ചോദിച്ച് ഗീത സുജാതയെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ്. കൈ പിന്നിലേക്ക് കിട്ടി തല്ലുകൊണ്ട് പൊട്ടിക്കരയുകയാണ് വിനീത്. സുജാത പറയുന്നു, ചാകുന്നെങ്കിൽ ചാവട്ടടി, എനിക്ക് ഇങ്ങനെ ഒരു മോനില്ല. ആ വീട്ടിൽ കയറി പോകരുതെന്നും അങ്ങനെ ഒരു ബന്ധമില്ലാന്നും പറഞ്ഞിട്ടുള്ളതല്ലേ നിന്നോട്? കമ്പൊടിച്ചിട്ടതാ അരവിന്ദേട്ടനുമായിട്ടുള്ള ബന്ധം. കൂട്ടുമുട്ടിയാൽ പോലും അരവിന്ദേട്ടനുമായിട്ടൊരു വാക്കിന്റെ ബന്ധമില്ല. വിനീത് പറയുന്നു, അമ്മ ആഗ്രഹിച്ച പോലും അമ്മാവനുമായിട്ട് ഇനിയും മിണ്ടാൻ പറ്റത്തില്ലമ്മേ. അരവിന്ദമ്മാവൻ മരിച്ചമ്മേ ഇന്നലെ രാത്രി. ഇത് കിട്ടിഞ്ഞിട്ടി വിശ്വസിക്കാനാകാതെ സുജാത ചോദിക്കുന്നു, എന്താ നീ പറഞ്ഞേ? വിനീത് പറയുകയാണ്, അറ്റാക്ക് ആയിരുന്നമ്മേ. അമ്മാവൻ ഇനി ആരോടും മിണ്ടില്ല. അമ്മാവൻ ഇനി ആരോടും മിണ്ടില്ലമ്മേ. ഇത് കേട്ട് പൊട്ടിക്കരഞ്ഞ് ഉറക്കെ അരവിന്ദേട്ടാന്ന് വിളിച്ച് ഓടിപ്പോവുകയാണ് സുജാത. ഗീതയും വിനീതും കരഞ്ഞുകൊണ്ട് സുജാതയുടെ പിന്നാലെ ഓടിപ്പോകുന്നു. തുടർന്ന് പുറത്തു നിൽക്കുന്ന ജയപാലൻ കരഞ്ഞുകൊണ്ട് വിശാലിനോടും ഡിമിനോടും പറയുന്നു, വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. വിശാല് പറയുന്നു, കരയല്ലേ പോട്ടച്ച, വിഷമിക്കാതിരിക്കച്ച, അച്ഛൻ കരയല്ലേ. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് ജയപാലന്റെ ഡ്രൈവർ. തുടർന്ന് എന്റെ ഏട്ടാന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടോടി അരവിന്ദന്റെ വീട്ടിലേക്ക് വരികയാണ് സുജാത. പിന്നാലെ ഗീതയും വിനീതും ഓടി വരുന്നു. സുജാതയെ കണ്ട് ശാരദ പൊട്ടിക്കരയുമ്പോൾ അരികിലേക്ക് വന്നിരുന്ന് സുജാത ചോദിക്കുന്നു, അയ്യോ എന്താ എന്റെ അരവിന്ദേട്ടന് പറ്റിയത്? എന്റെ അരവിന്ദേട്ടൻ എന്താ പറ്റിയതമ്മേ? കാവേരി പറയുന്നു, ഗംഗേച്ചിയുടെ നിശ്ചയത്തിന്റെ സന്തോഷത്തിൽ ഉറങ്ങാൻ കിടന്നതാ, രാവിലെ എഴുന്നേറ്റില്ല. അയ്യോ അരവിന്ദേട്ടാന്ന് വിളിച്ച് നെഞ്ചത്തടിച്ച് പൊട്ടിക്കരയുകയാണ് സുജാത. ഇതെല്ലാം കണ്ട് വിഷമത്തോടുകൂടി നിൽക്കുകയാണ് വിനീത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. കരങ്ങി തുടർന്ന ശാരദ യമുനയുടെ മടിയിലേക്ക് കിടക്കുകയാണ്. നിലയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഗംഗ. യമുനയും കാവേരിയും കയ്യിൽ പിടിച്ച് ചേർന്നിരിക്കുന്നു. തൊട്ടരികിൽ പ്രവീണയുമുണ്ട്. ഈ സമയം വിവാഹ നിശ്ചയത്തിനായി ഋഷിയും കുടുംബവും അവിടേക്ക് വരികയാണ്. അവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ് ജയപാലൻ. അകത്തേക്ക് കയറി വന്ന അവർ മരിച്ചു കിടക്കുന്ന അരവിന്ദനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. ഗംഗ കരഞ്ഞുകൊണ്ട് ഋഷിയെ നോക്കുമ്പോൾ ഋഷിയും വിഷമത്തോടുകൂടി ഗംഗയെ നോക്കുകയാണ്. അവരെ കാണുന്ന സുജാത പറയുന്നു, കാലന്റെ കയറുമായിട്ടാണല്ലോ നിങ്ങൾ ഈ വീട്ടിലേക്ക് കയറി വന്നത്. ഇത് കേട്ട് ഗംഗയെ ഒന്ന് നോക്കിയിട്ട് ഋഷിയും വീട്ടുകാരും വിഷമത്തോടുകൂടി നിൽക്കുകയാണ്. ശേഷം അവരവിടെ വന്ന് പോകുന്നു. കരഞ്ഞുകൊണ്ട് കാവേരി പറയുന്നു, എങ്ങനെയല്ലേ ഇത്രയും പെട്ടെന്ന് അച്ഛൻ മരിച്ചുപോയത്? ഞങ്ങൾക്ക് അച്ഛനല്ലാതെ വേറെ ആരുമില്ലാന്ന് അച്ഛൻ അറിഞ്ഞൂടെ? തുടർന്ന് അരവിന്ദന്റെ ബോഡി വീട്ടിൽ നിന്നും എടുത്ത് ചീത ഒരുക്കിയിരിക്കുന്നിടത്തേക്ക് കൊണ്ടുപോവുകയാണ്. എല്ലാവരും ഉറക്കെ പൊട്ടിക്കരയുകയാണ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.